അക്കാളേ ഇത്തിരി പൈഞ്ഞി പഴിച്ചിട്ട് വയ്യ. സൂത്തിര വീടിന്റെ വടക്കും പുറത്തു നിന്നും വിളിച്ചു. ഈ വിളി ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. സുഭദ്ര എന്ന സൂത്തിര മധ്യവയസ്കയാണ്. കാൽമുട്ടിന് താഴെ ഇറക്കി ഉടുത്തിരിക്കുന്ന കള്ളിമുണ്ട് നിറം മങ്ങിയതെങ്കിലും കള്ളിമുണ്ടിന്റെ ഓരത്ത് എത്തിനോക്കുന്ന വൃത്തിയുള്ള പാവാട, പഴകിയ ബ്ലൗസ്, കയ്യിൽ തോർത്തുകൊണ്ട് ഒരു ചുറ്റിക്കെട്ട്, പിൻഭാഗത്ത് മുണ്ടിനോട് ചേർത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വെട്ടുകത്തി, കയ്യിൽ അരിവാൾ, ചിലപ്പോൾ മുറുക്കി ചുവപ്പിച്ചിട്ടുണ്ടാകും. വെടിപ്പാർന്ന കാലുകളിൽ തേഞ്ഞു തീർന്ന ചെരുപ്പ്, ഒന്നിൽ നീല നിറമെങ്കിൽ മറ്റേതിൽ വെള്ള. കുനുകുനെയുള്ള സംസാരം, പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാട്ടിൽ നിന്നും വട്ടയിലയും വയണയിലയും വിറകും ശേഖരിച്ചുകൊണ്ട് വീടുകളിൽ കൊടുക്കും. ഇത്തിരി പഴങ്കഞ്ഞി ചോദിക്കും. ഇന്നലെയും നിക്ക് കിളിച്ചില് വന്ന് കണ്ണ് തുറന്നപ്പോ കുറ്റാക്കുറ്റി ഇരുട്ട്. ഇരുട്ടത്താ അവന്മാര് വരണത്. മധ്യവയസ്കയാണെങ്കിലും സുഭദ്ര ഇപ്പോഴും സുന്ദരിയാണ്. പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ കെട്ടിടമാണ് അവളുടെ താവളം. ചിലപ്പോൾ അവിടെ നിന്നും കൈലാത്ത് കുന്നിലെ മാടൻ നടയിലേക്ക്. മാടനും സൂത്തിരയും ഭയങ്കര കൂട്ടാണ്. അമ്മൂമ്മ ചിലപ്പോൾ അവളെ കളിയാക്കും. അപ്പോൾ അവൾ പാതി പരിഭവത്തിൽ പറയും, വേണ്ട കിളവി, നിന്റെ വായിന്ന് വല്ലതും കേക്കും. ആരുമില്ലാത്തോക്ക് മാടനാണ് തോണ. നിനക്ക് ഒരു ആന്തണം ഉണ്ടെങ്കിൽ ഒരുത്തന് ശല്യം ചെയ്യൂല. നല്ല കാലത്ത് നിനക്ക് ആരെങ്കിലും കെട്ടിക്കൂടായിരുന്നോ? അമ്മ ചോദിക്കും. അപ്പോൾ യോ, നിക്ക് ഭർത്താവ് വേണ്ടായേ. ഭർത്താവ് എന്തിനാ? പിള്ളാരെ പെറാനാ? പിന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോഴുള്ള പരാധീനതകൾ അവൾ വിളമ്പും. വിറക് കൊണ്ടുവരുമ്പോൾ അമ്മ അവൾക്ക് 5ഓ 10ഓ കൊടുക്കും. ചിലപ്പോൾ തൊഴുത്തിലെ പയ്യനെ തൊടിയിലേക്ക് കെട്ടിക്കും. പഴയ ഉടുപ്പും മുണ്ടും കൊടുക്കും. ആവശ്യത്തിന് ഭക്ഷണവും പിന്നെ മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും. എങ്ങനെയാണെങ്കിലും അവൾ ഒരു അഭിമാനിയാണ്. സൗജന്യമായി ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാറില്ല. കപ്പയും കഞ്ഞിയുമാണ് ഇഷ്ടം. ടാക്കിട്ടറെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചിരിച്ചു മടങ്ങുന്ന സൂത്തിരയെ കാട്ടിയാണ് അമ്മ അനിയത്തിയെ ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പോൾ അവൾ വെറ്റക്കറ പുരണ്ട പല്ലുകാട്ടി ഉറക്കെ ചിരിക്കും. പിന്നെ അവളുടെ പിറകിൽ തൂക്കിയിട്ടിരിക്കുന്ന വെട്ടുകത്തി വീശി പേടിപ്പിക്കും. അപസ്മാര രോഗിയായതുകൊണ്ട് സ്ഥിരം പണിക്ക് അവളെ ആരും നിർത്താറില്ല. ജോലിയെടുക്കാതെ ആരിൽ നിന്നും അവൾ ഒന്നും വാങ്ങാറില്ല. അത്രയ്ക്ക് അഭിമാനിയാണവൾ. അമ്മയ്ക്ക് അവൾ ഒറ്റ മകളാണ്. അമ്മ ലക്ഷ്മിയും സുന്ദരിയായിരുന്നു. പുറമ്പോക്കിലെ ചെറിയ വീട്ടിലാണ് ലക്ഷ്മിയും സുഭദ്രയും താമസിച്ചിരുന്നത്. മാനസിക രോഗിയായ അവൾ മരിച്ചതോടെ ഒറ്റയ്ക്കായ സൂത്തിര പുല്ല് ചെത്തിയും വിറക് ചെട്ടിയും തോല് വെട്ടിയും ജീവിച്ചു. ആണൊരുത്തനും അവളുടെ പരിസരത്തെത്താറില്ല. അരിവാളിനേക്കാൾ മൂർച്ചയാണ് അവളുടെ നാവിന്. വിറക് വെട്ടാൻ മലയിൽ പോയപ്പോൾ മഴയത്ത് വഴുക്കി വീണ ശേഷമാണ് അപസ്മാരമുണ്ടായത്. ഒരിക്കൽ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം, ഉണങ്ങിപ്പിടിച്ച ഉടുപ്പും കള്ളിമുണ്ടുമായി അവൾ വന്നു. കരച്ചിലും പറച്ചിലുമായി. അവൾ ഇത്തിരി കഞ്ഞിവെള്ളം, തുണി വൃത്തിയാക്കാൻ വാർസോപ്പും ആവശ്യപ്പെട്ടു. അമ്മ അവൾക്ക് കഴിക്കാനുള്ളത് കൊടുത്തു. കയ്യിൽ കിട്ടിയത് വലിച്ചുവാരി കഴിച്ചു. എന്നിട്ട് കയ്യിൽ കരുതിയ വട്ടയില ചെറുതിണ്ണയിൽ വച്ചു. പെണ്ണിന് എലേപ്പ ഉണ്ടാക്കി കൊടു എന്നും പറഞ്ഞ് തോട്ടിലേക്കിറങ്ങി മുണ്ടും ഉടുപ്പും വാർസോപ്പിട്ട് വൃത്തിയാക്കി ഈറനോടെ മണങ്ങി. പിന്നെ അവളെ കണ്ടത് മാടൻ നടയിലെ വിഷുവിളക്കിന്റെ തലേന്നാണ്. അമ്മൂമ്മയുടെ കയ്യും പിടിച്ച് പതിയെ കൈലാത്തുകുന്ന് കയറി. പാറക്കെട്ടുകളിൽ ഇലമുളച്ചികൾ പടർന്നിറങ്ങിയിരിക്കുന്നു. നല്ല ചന്തമുണ്ടല്ലോ സൂത്തിരയ്ക്ക്, അല്ലോ അമ്മുമ്മ? അത് കേട്ട് കൽവിളക്കിന്റെ വെട്ടത്തിൽ ഒരു ദേവിയെപ്പോലെ സൂത്തിര ചിരിച്ചു. കറുത്ത ചുരുണ്ട മുടിയിൽ കനകാംബരവും കൊഴുന്നും, ഇരു കൈകളിലും കറുപ്പും ചുവപ്പും കുപ്പിവളകൾ. ശരിക്കും ദേവി തന്നെ. ഞാൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. മുറുക്കി ചുവപ്പിച്ച ചുണ്ടിൽ കുസൃതി ചിരി ഒളിപ്പിച്ച് അവൾ പറഞ്ഞു, നാളെ പെണ്ണിനിത്തിരി കൊന്നപ്പൂ കൊണ്ടുവരാം. മയത്തെല്ലാം കൊഴിഞ്ഞു കാണും.
മാടൻ നടയിലൂടെ കാട് കയറിയ സുഭദ്ര പച്ചോലയിൽ മെടഞ്ഞ വല്ലത്തിൽ പതിവ് കണിക്കൊന്ന പൂക്കളും കണ്ണിമാങ്ങയും പറങ്കിമാങ്ങയും പുറത്തിച്ചക്കയുമായി വരുന്നത് നോക്കി രാവേറെ കാത്തിരുന്നു. എന്നാൽ സുത്തിര വന്നതേയില്ല. മഴ മഴ ഉണ്ടായതുകൊണ്ടാവും ല്ലേ മുമ്മേ? അമ്മുമ്മ അതേന്ന് തലയാട്ടി. പിറ്റേന്ന് കൊന്നയില്ലാതെ കണി കണ്ടു. രാവിലെ തന്നെ മാടൻ നടയിൽ വിഷുവിളക്ക് കാണാൻ പോയി. ഇലമുളച്ചികളിൽ ചിതറിയ കണിക്കൊന്ന പൂക്കൾ, ചുവപ്പും കറുപ്പും കുപ്പിവെള്ളത്തുണ്ടുകൾ, അമ്പലമുറ്റത്തെ അടക്കിപ്പറച്ചിലുകൾ. ഞാൻ അമ്മുമ്മയുടെ കയ്യിൽ ഇറുക്കെ പിടിച്ചു. എപ്പോഴും തുണയായ മാടൻ അവളെ പാറക്കെട്ടിൽ ഉപേക്ഷിച്ചതാണോ? അതോ അരിവാളിൻ്റെ മൂർച്ചയുള്ള നാവ് നിശബ്ദമായതാണോ? അറിയില്ല. തലമുറകളായി ഇലമുളച്ചുകൾ പടർന്നിറങ്ങിയ പാറക്കെട്ടിലൊന്നിൽ സുഭദ്ര അപ്പോഴും നനഞ്ഞുറങ്ങുകയായിരുന്നു.